ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ UDF വൈകിട്ട് 3 മണിക്ക് UDF മഹാപ്രതിഷേധ സംഗമം നടത്തും. അനീസലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസലി, ഈ പ്രതിഷേധ യോഗം എവിടെ വെച്ചാണ് നടക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര ടൗണിലാണ്. ഈ പ്രദേശത്ത് വെച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോട്ടിൽ, അതായത് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് വെച്ചാണ് സംഘർഷം ഉണ്ടായത്. ഈ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ജനപ്രതിനിധികൾക്കും UDF പ്രവർത്തകർക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റു എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 3 മണിയോടുകൂടി ഈ ഭാഗത്ത് പ്രതിഷേധ പ്രകടനം നടത്താനാണ് UDF പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലാണ്. അതിനെ തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലേക്ക് സംഘർഷം വഴിമാറുന്നത്. ഈ കോളേജ് ഇലക്ഷനിൽ വളരെ കാലത്തിന് ശേഷം KSU വലിയ മാർജിനിൽ വിജയിക്കുകയും അത് SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പിറ്റേ ദിവസം ഈ പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താൽ ആചരിച്ചിരുന്നു. അതിനെ തുടർന്ന് ആ പ്രദേശത്ത് അവർ പ്രകടനം നടത്തുന്നതിനിടയിൽ പ്രദേശത്ത് ഈ CPM പ്രവർത്തകരും പ്രകടനവുമായി സംഗമിക്കും. ഇരു സംഘങ്ങളും ഒരുമിച്ച് ചേരുന്നൊരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ നടപടിയാണ് പിന്നീട് വിവാദമായത്. പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുകയായിരുന്നു. UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയും അവരുമായി വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് ലാത്തിച്ചാർജിൽ കലാശിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇതുവരെയും ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് പോലീസ് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ല, അത് ഷാഫി പറമ്പിലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് ഒരുപക്ഷെ ഗ്രനേഡ് ആക്രമണത്തിലായിരിക്കാം. ഗ്രനേഡ് മീൻസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനിടയിൽ പരിക്ക് പറ്റിയതായിരിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്ന കൃത്യമായും ഷാഫി പറമ്പിലിന് ലാത്തി ചാർജിൽ പരിക്കേൽക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒന്നിലധികം തവണ അദ്ദേഹത്തിന്റെ തലക്ക് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലാത്തി വീശുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഈ സംഭവം നടക്കും. അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.